പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അവിടുത്തെ സമർത്ഥമായ കൃപകളാലും ശക്തിയാലും സൗഖ്യത്താലും സമാധാനത്താലും നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണല്ലോ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മക്കളെ കൊണ്ട് അങ്ങയുടെ അരികിലേക്ക് കടന്നു വന്നപ്പോ സ്ലീഹന്മാരോട് പറഞ്ഞില്ലേ, അവരെ തടയണ്ട, മക്കൾ എന്റെ അടുത്ത് വരട്ടെ. യേശുവേ, അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും പഠനത്തില് വിജയവും ഉണർവും ഉന്മേഷവും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. പല പല പൈശാചിക പിടിയില് അടങ്ങിപ്പോയ അടിമപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ കർത്താവേ. മക്കളെ ഓർത്തുള്ള എല്ലാ സങ്കടങ്ങളും നൊമ്പരങ്ങളും എല്ലാ ഉത്കണ്ഠകളും ആകുലതകളും എല്ലാ അവസ്ഥകളും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങളുടെ മക്കളിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ സമാധാനം ഈ മക്കളോടും ഇവിടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, യൗസേപ്പ് പിതാവേ, ഉണ്ണീശോയെ, നിങ്ങളുടെ സജീവ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ഉണ്ണീശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ മുമ്പിൽ പ്രീതിയിലും വളർന്നു വരട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ജപമാലയിലും കരുണക്കൊന്തയിലും എല്ലാം അതിശക്തമായിട്ട് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സമയത്ത് നമ്മുടെ മക്കളെ കൃപ കൊണ്ട് നിറയപ്പെടാനും ശക്തീകരിക്കാനും നമ്മുടെ പ്രാർത്ഥന ഉപകരിക്കുന്നുണ്ട് എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിന്റെ കൂടെ ആയിരിക്കും. ഇന്ന് നമ്മള് ധ്യാനിക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വചനമാണ്. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ ഒരമ്മ തന്റെ കുഞ്ഞിനു വേണ്ടി വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായിട്ട് ഈശോ പറഞ്ഞ ഒരു കാര്യമാണ്, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. എന്താണ് സംഭവം? കാനാൻകാരി സ്ത്രീ തന്റെ മകൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയിലേക്ക് വരിക. ഈശോയോട് ആ മകൾ പറയുന്നുണ്ട്, എന്റെ മകളെ പിശാച് ക്രൂരമായിട്ട് ആവേശിച്ചിരിക്കുന്നു. ഇങ്ങനെ വായിക്കുന്നേ, പിശാച് എന്റെ മകളെ ക്രൂരമായിട്ട് ബാധിച്ചിരിക്കുന്നു. ഒരു വലിയ അവസ്ഥയാണ്. പിശാച് ബാധിച്ച്, അത് ക്രൂരമായിട്ട് ബാധിച്ച് എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു മേഖല അതിശക്തമാണ്, പ്രബലമാണ്. പൈശാചികമായ ആവാസങ്ങള്, പിശാച് ബാധിച്ച മക്കള് ഒത്തിരി മേഖലകളിൽ, എന്തിലൂടെ? മൊബൈലിലൂടെ, സിനിമകളിലൂടെ, കൂട്ടുകെട്ടിലൂടെ, ലഹരിയിലൂടെ, വ്യഭിചാര പ്രവൃത്തിയിലൂടെ, ഒത്തിരി വശീകരണ പൈശാചിക യന്ത്രങ്ങള്, ഒത്തിരിയേറെ ഭക്ഷണത്തിലൂടെ, വശീകരണ യന്ത്രങ്ങളിലൂടെ ഒത്തിരിയേറെ പൈശാചിക ശക്തികൾ ബാധിക്കപ്പെട്ടിരിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറിയിരിക്കുന്നു.
ക്രൂരത, ദുഷ്ടത, അനുസരണക്കേട്, ആത്മഹത്യ പ്രവണത, പെട്ടെന്ന് വഴിപിഴച്ചു പോകുന്ന സ്വഭാവം, മൊബൈൽ അടിമത്തം, പഠിക്കേണ്ട, വിശുദ്ധിയില്ലാത്ത അവസ്ഥകള്, ഇതൊക്കെ നോക്കുമ്പോ ഒരു കാര്യം ഈശോ പറഞ്ഞോർക്കണം. യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവ് ബാധിച്ച് നമ്മുടെ മക്കളെ, വികാരങ്ങളെ, ശരീരത്തെ, ചിന്തകളെ, തീരുമാനങ്ങളൊക്കെ പിശാച് ആവസിച്ച് ബാധിച്ച് നശിപ്പിച്ചിരിക്കുന്നു. ഇത് വലിയൊരു അവസ്ഥയാണ് മക്കളെ. ഈ പിശാച് കയറിയപ്പോ സിനിമകള് നമ്മൾ കണ്ടു, ഒത്തിരി സിനിമകള് പിശാചിക പ്രവൃത്തികൾക്ക് വഴിപിഴപ്പിക്കുന്ന മക്കളെ, ഒത്തിരിയേറെ തകർക്കുന്ന മക്കള്. നമുക്കറിയാം ഇന്നത്തെ സിനിമകളൊക്കെ തന്നെയും മദ്യപിക്കുക, അടിച്ചു പൊളിക്കുക, കറങ്ങാൻ പോകുക, അപ്പനനുസരിക്കാണ്ടിരിക്കുക, പള്ളി പോകാതിരിക്കുക, കുമ്പസാരിക്കാതിരിക്കുക, പിശാചിനെ വിളിച്ചു വരുത്തുക, പിശാചിന്റെ പാട്ടുകൾ പാടുക, അവന്റെ ശക്തി ആവാസിപ്പിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ സിനിമകൾ. കഴിഞ്ഞ ദിവസം മാർക്കോ എന്നൊക്കെ പേരുള്ളൊരു സിനിമ ഇറങ്ങി. ഒത്തിരി വയലൻസ്, എപ്പോഴും അടിയും വെട്ടും വെടിയും കൊട്ടും തല്ലും പൈശാചികതയും നിറഞ്ഞ സിനിമ. അതുപോലെ ഇന്ന് യുവജനം ഏറ്റെടുത്തു. ഒത്തിരി കളക്ഷൻ എന്ന് പറഞ്ഞ് പൈസ വാരിക്കൂട്ടി ഉള്ളിലേക്ക് വിളിച്ചു കയറ്റുന്ന പിശാചിനെ, അങ്ങനെ വയലൻസിനെ, മ്ലേച്ഛതയെ, തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്നു. ലൂസിഫർ പിശാചിന്റെ പേര് പറഞ്ഞ സിനിമ. അടുത്തത് എമ്പുരാൻ, പിശാചിന്റെ ശക്തി ആവാഹിപ്പിച്ചുകൊണ്ട് അതിന്റെ ട്രെയിലുകളൊക്കെ വരുന്നുണ്ട്. ഇതാണ് അവിടെ ഒരു മാന്യനായ അഭിനേത പറയാ, യുദ്ധം തിന്മയ്ക്കെതിരെ തിന്മയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തിന്മയ്ക്കെതിരെയല്ല നന്മയ്ക്കെതിരെയാണ് പോരാട്ടം, പിശാചിന്റെ പോരാട്ടം. ഇതറിയണം. ഇന്ന് തിന്മയ്ക്കെതിരെ തിന്മ പോരാടുന്ന പറഞ്ഞ് പോരാട്ടത്തിന്റെ ദിശ തന്നെ മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ പിശാചിനെ പ്രൊമോട്ട് ചെയ്ത്, പൈശാചികതയെ പ്രൊമോട്ട് ചെയ്ത് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, മക്കളെ വഴിപിഴപ്പിക്കുന്ന സിനിമകളും മാധ്യമങ്ങളും കൂട്ടുകെട്ടുകളും ലഹരികളും പ്രൊമോഷൻസ് ഒക്കെ വന്നു വരുമ്പോ ഇതിലൂടെയൊക്കെ എന്റെ പ്രിയപ്പെട്ട മക്കളെ പിശാച് ബാധിച്ചിരിക്കുന്ന മക്കളെ, ഇത് പിശാച. നമ്മള് മക്കൾക്ക് വേണ്ടി ഡെലിവറൻസ് പ്രാർത്ഥനകൾ ആരംഭിക്കാൻ പോവാ. കാരണം ഇതിനോടകം നമ്മുടെ മക്കളെ ശരിക്കും സൂക്ഷിച്ചു നോക്കുകയും അവർ ചെയ്ത പ്രവൃത്തികള്, അവരുടെ തീരുമാനങ്ങള്, അവരുടെ ഓരോ കാര്യങ്ങളും ശരിക്കും പിശാച് ബാധിച്ച അവസ്ഥയിലാണ്. ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാണും. ഇതിന്റെ അടിസ്ഥാനങ്ങൾ, അതിനെ ബ്രേക്കണം. ഇനിയുള്ള കാലഘട്ടത്തില് അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി ഉള്ള ശുശ്രൂഷകളും ഈ പിശാചിനെ ബഹിഷ്കരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യണം. അത് യേശുവിന്റെ നാമത്തില്, വിശ്വാസത്തിന്റെ ഉറപ്പില് അത് നമ്മൾ ചെയ്യണം മക്കളെ. ഇത് പറഞ്ഞാൽ തീരാത്തത്ര മേഖലയാണ്. അതുകൊണ്ട് ഈ അവസ്ഥയില്, പിശാച് ബാധിച്ച അവസ്ഥയില് ഈ അമ്മ വന്നിട്ട് യേശുവിന്റെ മുമ്പിൽ വന്ന് പറയാ. നമുക്കറിയാം ഈശോ ആദ്യം ഗവനിക്കുന്നില്ല. സ്ലീഹന്മാര് ഈ സ്ത്രീയോട് ഒരു സ്നേഹം തോന്നിയിട്ട്, ഒരു ദയനീയത തോന്നിയിട്ട് ഈശോയോട് പറയാ, ഈശോയെ നോക്കി. ഈശോ പറയാണ്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്ക് ഞാൻ അയക്കപ്പെട്ടെ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പോലും കൊടുക്കുന്നില്ല. ഈശോയോട് ആ സ്ത്രീ പറയാ, കർത്താവേ എന്നെ സഹായിക്കണം, എന്നെ ആരുമില്ല സഹായിക്കാൻ. അപ്പൊ ഈശോ പറയാ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ ആ സ്ത്രീ എന്താ പറഞ്ഞ്, നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അത് കേട്ടപ്പോ ഈശോ പറയാണ്, ഈശോ പറഞ്ഞ വാക്കാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ്. അവിടെ കർത്താവ് അതിശക്തമായിട്ട് ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥകൾ കണ്ട്, പൈശാചിക പീഡകൾ കണ്ട്, പൈശാചിക പ്രവൃത്തികൾ കണ്ട്, ക്രൂരതയും അനുസരണക്കേടും അലസതയും പഠിക്കാതെയും മൊബൈലും അടിമപ്പെട്ട് കിടക്കുന്ന അവസ്ഥ കണ്ട് ചങ്ക് തകർന്നിരിക്കുമ്പോ നമുക്കും കർത്താവിന്റെ അടുത്തേക്ക് വരാം. കർത്താവേ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണം. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി ഇപ്പോൾ മടുത്തിട്ടുണ്ടാകാം. എങ്കിലും ആ തമ്പുരാന്റെ പിന്നാലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് ഈ സ്ത്രീയെ അതുപോലെ ഉപേക്ഷിച്ചു, തിരസ്കരിച്ചു, ഗൗനിച്ചില്ല, പ്രാർത്ഥന കിട്ടില്ല. എന്നാലും ആ സ്ത്രീ സ്ഥിരോത്സാഹത്തോടെ, വിശ്വാസത്തോടെ ഇതാ കർത്താവിന് മുമ്പിലേക്ക് വരിക. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടി ഈ സമയം മക്കളുമായുള്ള ബന്ധത്തില് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടാകാം. എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് അല്ലാതെ വേറെ ആരുമില്ല. വിശ്വാസം വലുതാണെന്ന് യേശു പറയുക. ഇതുപോലെ വിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കട്ടെ. നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ
നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്ഥിരോത്സാഹത്തോടെ കർത്താവേ നീ ഇടപെട്ടാൽ, നീ ഒന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചെ രക്ഷപ്പെടും. അതാ വിശ്വാസം. അങ്ങനെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. സത്യം, നമ്മുടെ കർത്താവ് അപ്പന്റെ അമ്മയുടെ പ്രാർത്ഥന കേട്ടാണ്ടല്ലോ ഇടപെട്ടിരിക്കും. ഈ വിശ്വാസം, നിന്റെ വിശ്വാസം വലുതാണ് സ്ത്രീയെ. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ നിമിഷം മുതൽ അവളുടെ മകൾ സൗഖ്യമുള്ളവളായിട്ട് മാറി. ഈ ഒരു വലിയ അഭിഷേകം ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരീക്ഷയിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കള്, പരീക്ഷയ്ക്ക് പഠിക്കാൻ പോലും മനസ്സിലാത്ത വിധം പിശാച് ബാധിച്ച മക്കള്, ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, തെറ്റായ സ്നേഹബന്ധപ്പെട്ട് പഠനം പോലും മുടങ്ങിപ്പോയ മക്കള്, പല കാര്യങ്ങൾ കൊണ്ട് പിശാച് ആവസിച്ച് ബാധിച്ച് പലരിലൂടെയും കടന്നു വന്ന പിശാച് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന മേഖലയിൽ നിന്ന് കർത്താവിന്റെ ശക്തമായ ഇടപെടലിലൂടെ നമ്മുടെ മക്കൾ വിടുതൽ പ്രാപിക്കണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം മക്കളെ. അതിനുവേണ്ടി ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ കണ്ണീരോടെ വിശ്വാസത്തിന്റെ ഉറപ്പോടെ പ്രാർത്ഥിച്ച് ഈ അനുഗ്രഹം നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം വാങ്ങിച്ചു കൊടുക്കണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവിക സന്നദ്ധിയില് ഈ വലിയ നിയോഗത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളില് നമ്മൾ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കും. മക്കൾക്ക് വേണ്ടി ഒത്തിരി മേഖലകൾ പരിശുദ്ധാത്മാവ് ഇതിനു വേണ്ടി വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മേഖലയില് ശക്തമായ ഒരു ശുശ്രൂഷ അപ്പനും അമ്മയും അഭിഷിക്തരും ഒരുമിച്ച് നിന്ന് മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ പിശാചിനെ ബഹിഷ്കരിച്ച് നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കണം. അപ്പോൾ മുതൽ അവളുടെ മകൾ സൗഖ്യമുള്ളവളായിട്ട് മാറി. നമ്മുടെ ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. പ്രാർത്ഥനയോടെ, സ്ഥിരോത്സാഹത്തോടെ മക്കൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ പ്രാർത്ഥന തുടരാം. കർത്താവ് ഇടപെട്ടിരിക്കും. സത്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുനാമത്തിൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യേശോയെ, ഞങ്ങളുടെ മക്കളെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഏറ്റവും പ്രത്യേകമായ വിധത്തില് ഒത്തിരി പൈശാചിക പീഡകൾക്ക് അടിമപ്പെട്ടു പോയ ഞങ്ങളുടെ മക്കളെ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രൂരമായിട്ട് ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ ബാധിച്ചിരിക്കുന്ന പൈശാചിക ശക്തികള് അടിമത്തത്തിലേക്ക്, അലസതയിലേക്ക്, മടിയിലേക്ക്, പല പല ദുശീലങ്ങളിലേക്ക്, തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്ക്, കർത്താവെ ലഹരിയുടെ അടിമത്തത്തിലേക്ക്, നാശത്തിന്റെ പൈശാചികമായ ആധിപത്യങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുസരിക്കത്തില്ല, പ്രാർത്ഥനയില്ല, ദൈവികമായ കാര്യങ്ങളോട് ബന്ധമില്ല. യേശുവേ, അങ്ങനെ പിശാച് ബാധിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് ഇന്ന് പല പല രോഗങ്ങളില്, ദുസ്വഭാവങ്ങളില്, ദുശീലങ്ങളില്, അലസതയില്, മടിയില്, ജീവിതത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ പിശാച് ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന മക്കൾ, യേശുവേ, ഞങ്ങളെല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ചിലപ്പോഴെങ്കിലും ഞങ്ങൾ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്, പരാതിപ്പെട്ടു പോയിട്ടുണ്ട്, അകപ്പാട് അവിശ്വാസത്തോടെ ഞങ്ങൾ പെരുമാറിയിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. വലിയ വിശ്വാസത്തോടെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ആ കാനാൻകാരി സ്ത്രീ കരഞ്ഞ് നിലവിളിച്ച പോലെ യേശുവേ, വിശ്വാസത്തോടെ ഞങ്ങളും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞില്ലേ, സ്ത്രീ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മകളെ സുഖപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിച്ചില്ലേ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങള്, ഞങ്ങളുടെ പ്രാർത്ഥനകള് എല്ലാ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ആ മകളോട് അങ്ങ് പറഞ്ഞ പോലെ യേശുവേ, ഇന്ന് ഞങ്ങളോടും അങ്ങ് പറയണമേ. ഓ ദിവ്യകാരുണ്യേശോയെ, മക്കളുടെ പലവിധ നിയോഗങ്ങളുമായിട്ട് വലിയ ആഗ്രഹത്തോടെ തിരുസന്നിധിയില് ഇപ്പോൾ ആയിരിക്കുന്ന ഈ മക്കളോടും യേശുവേ, അങ്ങ് പറയണമേ. നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തില്, നിന്റെ മക്കളില് സംഭവിക്കട്ടെ. ആ നിമിഷം മുതല് അവളുടെ മകൾ സൗഖ്യമുള്ളവളായിട്ട് മാറി എന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ തിരുവചനത്തില്. കർത്താവേ,
ഈ അത്ഭുത ശക്തി, അത്ഭുത വചനം, ഈ അത്ഭുത പ്രവൃത്തി കർത്താവേ ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില് ഇപ്പോൾ ഈ നിമിഷം തന്നെ സംഭവിക്കട്ടെ. ഈ നിമിഷം സംഭവിക്കട്ടെ. അപ്പോൾ മുതൽ യേശുവേ, അങ്ങ് പറഞ്ഞ നിമിഷം മുതൽ, അതുപോലെ ഇന്ന് ഈ സമയം ഞങ്ങളുടെ മക്കളോടും ഞങ്ങളോടും അങ്ങ് പറയണമേ. നിന്റെ വിശ്വാസം വലുതാണ്. വിശ്വാസത്തോടെയാണ് കർത്താവേ ഓഗസ്റ്റ് 27-ാം തീയതി മുതൽ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന മക്കള് ഈ കൂട്ടത്തിലുണ്ട്. അനേകം മക്കൾ പറയുന്നുണ്ട്, അച്ഛാ ഓഗസ്റ്റ് 27-ാം തീയതി മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശ്വാസത്തിന്റെ സ്ഥിരതയോടെ, ഉറപ്പോടെ, കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അറിഞ്ഞ നിമിഷം മുതല്, ഈ ശുശ്രൂഷയെ കുറിച്ച് അറിഞ്ഞ നാൾ മുതല് എല്ലാ ദിവസവും ഈ ശുശ്രൂഷ പങ്കെടുത്ത് സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, നിങ്ങൾക്കറിയാലോ, ഈ മക്കളുടെ വിശ്വാസം കണ്ട്, ഈ മക്കളെ കുറിച്ചുള്ള വലിയ ആഗ്രഹങ്ങൾ കണ്ട് കർത്താവേ, കണ്ണീരോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവരുടെ ആത്മാർത്ഥത കണ്ട് ഈശോയെ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണം, ഇവരുടെ മക്കളെ അനുഗ്രഹിക്കണം. കണ്ണീരോടെ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കാരുണ്യവാനാണല്ലോ. വിശ്വാസത്തോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച ആ മകളുടെ ജീവിതത്തിലും ഇടപെട്ട പോലെ കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലും അങ്ങ് ഇടപെടണം. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും പ്രാർത്ഥനാ അവസ്ഥകളിലും അങ്ങ് ഇടപെടണം. കർത്താവേ, കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മക്കളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. കർത്താവിന്റെ മുമ്പില് വിശ്വാസത്തോടെ നമ്മുടെ മക്കളെ കുറിച്ചുള്ള എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അവസ്ഥകളോടുകൂടി കനാൻകാരി സ്ത്രീയെ പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തില് കാനാൻകാരി സ്ത്രീയുടെ കാര്യത്തിൽ ഇടപെട്ട പോലെ, അവളുടെ മകളുടെ കാര്യത്തിൽ അങ്ങ് ഇടപെട്ട പോലെ ഈ മക്കളിലും ഇവരുടെ മക്കളിലും അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ വിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച്, ആരാധനയോട് ചേർത്ത് വെച്ച്, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ വിശ്വാസത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വ്യക്തിപരമായ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ശക്തമായ ആശീർവാദത്തിനു വേണ്ടി, അതിലൂടെ കർത്താവിന്റെ സൗഖ്യവും വിടുതലിനു വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.